40 വർഷത്തെ ഓർമ്മകളുമായി സുഹൃത്തുക്കളും ശിഷ്യന്മാരും ഒന്നിച്ചു കൂടുക. കഴിഞ്ഞ ദിവസം ഇന്ദിരപ്രസ്ഥയിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു വേദി. ഞാൻ എഴുതിയ എൻ്റെ ആദ്യ പുസ്തകമായ വിരൽത്തുമ്പിലെ ലോകം പ്രകാശിപ്പിക്കാനായി എത്തിയത് നടനും സംവിധായകനുമായ ജോയി മാത്യു. എൻ്റെ ഭാര്യ ബിന്ദു ജഗദീഷ് എഴുതിയ പാവകളി എന്ന കവിതാ സമാഹാരം പ്രകാശിപ്പിക്കാനെത്തിയത് നടനും സംവിധായകനും ആയ ലാൽ ജോസ്. അപൂർവമായ ഒരു വേദിയായി, അപൂർവമായ ഒരു സംഘമായി ആ പ്രകാശന ചടങ്ങ് മാറി. കാരണം ലാൽ ജോസ് കേരളഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ്, 10-30 കൊല്ലം മുമ്പ് എൻ്റെ സഹപ്രവർത്തകനായി രംഗത്ത് വന്ന ആളാണ്. ശിഷ്യൻ എന്ന് ലാൽ ജോസ് പറയും, ഞാൻ സഹപ്രവർത്തകൻ എന്ന് പറയും. ജോയി മാത്യു ആകട്ടെ സമകാലീനരാണ്. ജോയി മാത്യുവും ഞാനും. ജോൺ അബ്രഹാം അമ്മയറിയാൻ എന്ന ചിത്രം സംവിധാനം ചെയ്ത കാലത്ത് അന്ന് കേരളഭൂമിയിൽ ട്രെയിനി ആയിരുന്ന ഞാൻ ഫറൂഖിൽ ജോണിനെ കാണാൻ പോകുമ്പോൾ അമ്മയറിയാൻ എന്ന ചിത്രത്തിലെ നായകനായിരുന്നു ജോയി മാത്യു. അതിനുശേഷം അദ്ദേഹം പത്രപ്രവർത്തകനായും പുസ്തക പ്രസാധകനായും ഒടുവിൽ ഞങ്ങൾ രൂപീകരിച്ച കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ അംഗമായും ഒക്കെ പ്രവർത്തിച്ചു. അങ്ങനെ സുഹൃത്തെന്ന നിലയിൽ ജോയി മാത്യു, ശിഷ്യനെന്ന നിലയിൽ ലാൽ ജോസും വന്ന വേദിയിൽ അധ്യക്ഷത വഹിച്ചാകട്ടെ ദീർഘകാലം എൻ്റെ അടുത്ത സുഹൃത്തായ മുൻ എം പി NN കൃഷ്ണദാസാണ്. എൻ്റെ പുസ്തകം ജോയി മാത്യുവിൽ നിന്ന് ഏറ്റുവാങ്ങിയതാകട്ടെ എൻ്റെ മകൻ ആകാശ് കുട്ടിയായിരിക്കുമ്പോൾ ആകാശിനെ എടുത്തുകൊണ്ട് നടന്ന ബിനിമോളാണ്. ബിനിമോൾ ഇന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവരാണ് ആ പുസ്തകം ഏറ്റുവാങ്ങിയത്. ബിന്ദുവിൻ്റെ പാവകളി എന്ന കഥാസമാഹാരം ഏറ്റുവാങ്ങിയത് സെൻറ്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ജോസാണ്. ചാക്കോ ജോസാകട്ടെ ഞങ്ങളുടെ കുടുംബ സുഹൃത്തു കൂടിയാണ്. ഇതിനെല്ലാം ഉപരിയായി ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെല്ലാം ഈ 40 വർഷത്തിനിടയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവരും ഞാൻ മാധ്യമരംഗത്തേക്ക് കൊണ്ടുവന്നവരുമായ ആളുകളായിരുന്നു. അത്യപൂർവമായ ചടങ്ങ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കേരളഭൂമിയിലും കലാഭൂമിയിലും മാതൃമലയാളത്തിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന അജയ് മുത്താന, കേരളഭൂമിയിൽ ജേർണലിസത്തിന് തുടക്കം കുറിച്ച എൻ്റെ ശിഷ്യന്മാരായ ആട്ടത്തിലെ നടൻ മദൻ ബാബു, ഏഷ്യാനെറ്റിലെ സീനിയർ എഡിറ്റർമാരിൽ ഒരാളായ സുരേഷ് പട്ടാമ്പി, IJUവിൻ്റെ നാഷണൽ വൈസ് പ്രസിഡൻ്റായ ബഷീർ മാടാല, കേരളഭൂമിയിൽ നിന്ന് ജേർണലിസത്തിൽ തുടക്കം കുറിച്ച മനു ഭരത് എന്ന ന്യൂസ് 18ൻ്റെ പ്രധാന എഡിറ്റർമാരിൽ ഒരാളാണ്. അതുപോലെ 80കളിൽ കേരളഭൂമിയിൽ പാലക്കാട് എൻ്റെ ടെലിപ്രിൻ്റർ ഓപ്പറേറ്ററായിരുന്ന കൃഷ്ണൻകുട്ടി കൊല്ലത്ത് നിന്നാണ് എത്തിയത്. അതുപോലെ തിളച്ചു മറിഞ്ഞ ക്യാമ്പസ് രാഷ്ട്രീയം, യൂണിവേഴ്സിറ്റി കോളേജിലെ ക്യാമ്പസ് രാഷ്ട്രീയ കാലത്ത് SFIയിൽ നിന്നും കോളേജ് യൂണിയനിൽ നിന്നും എന്നോടൊപ്പം രാജിവെച്ച 11 പേരിൽ പ്രധാനിയായ അന്നത്തെ മാഗസിൻ ടീച്ചർ C. സുരേഷ് കുമാർ. അദ്ദേഹമാണ് ആ രാജിവെച്ച അന്നത്തെ കലാപകാരികളെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത് സുരേഷ് കുമാറാണ്. അങ്ങനെ ശിഷ്യന്മാരുടെ ഒരു സംഗമം, സുഹൃത്തുക്കളുടെ ഒരു സംഗമം അതുകൂടിയായി മാറി ഈ പുസ്തക പ്രകാശന ചടങ്ങ്. വർഷങ്ങൾക്ക് മുമ്പ് കേരളഭൂമിയിൽ പത്രപ്രവർത്തനം ആരംഭിച്ച പലരും ഇന്ന് ആ മേഖലയിൽ ഇല്ലാത്തവരുമുണ്ട്. ഇപ്പോൾ കേരളഭൂമിയിൽ സഹകരിച്ചതിൻ്റെ പേരിൽ മനോരമയിൽ ലേഖകനായിരുന്ന ആ ജോലി നഷ്ടപ്പെട്ട KM വിനോദ് കുമാർ, പിന്നീട് കേരളഭൂമിയിലും എക്സ്ക്ലൂസീവിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന വിനോദ് കുമാർ, അതുപോലെ വാർത്ത എഴുതിയതിൻ്റെ പേരിൽ കാസർഗോഡ് സായാഹ്ന പത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട സേതു ബംഗളം അതിനുശേഷം 94 കാലം മുതൽ കേരളഭൂമിയിലും എക്സ്ക്ലൂസീവിലും മാതൃമലയാളത്തിലുമെല്ലാം എൻ്റെ സഹയാത്രികനായി. അതുപോലെ കലാഭൂമി കാലത്തെ കൊച്ചിയിലെ ശിഷ്യന്മാരായ ബൈജു മേനാച്ചേരി, ദിലീപ് കുറ്റിച്ചിറ, ഏറ്റവും ഒടുവിൽ കാസർഗോഡ് ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്ത ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ കിടന്ന സാക്ഷിക്കോഴി, ആ സാക്ഷിക്കോഴിയെക്കുറിച്ച് ചലച്ചിത്രം എടുക്കാനായി എത്തിയ രാഹുൽ R. ശർമ്മ, പിന്നീട് എൻ്റെ കേരളഭൂമി കാലത്തുടനീളം എൻ്റെ അഭിഭാഷകനായി ഞാൻ എഴുതുന്ന
വാർത്തകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കേസുകളിലെല്ലാം എൻ്റെ രക്ഷകനായി മാറിയ അഡ്വക്കേറ്റ് ജോൺ ജോൺ. അങ്ങനെ അപൂർവമായ 4 പതിറ്റാണ്ടിൻ്റെ സാക്ഷികളാണ് വിരൽത്തുമ്പിലെ ലോകം എന്ന പുസ്തകവും പാവകളിയും പ്രകാശിക്കുമ്പോൾ അവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവിൻ്റെ ഫോട്ടോഗ്രാഫറായിരുന്ന ഷാജി ജോസഫ്, എക്സ്ക്ലൂസീവ് കാലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന സബ് എഡിറ്റർമാരായ ഷൈമ മോഹൻ, ഷെൽവി, അജിത, അതുപോലെ സംഗീത കുളത്തൂർ, ഫോട്ടോ എവിടെ എന്ത് ചിത്രം കിട്ടിയാലും അത് ഫോട്ടോ എടുത്ത് അപ്പോൾ പത്ര ഓഫീസിൽ കേരളകൗമുദിയിലും എക്സ്ക്ലൂസീവിലും എത്തിച്ചിരുന്ന മുരളിക്കൊപ്പം, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫറായ ഷാജി ജോസഫ് തുടങ്ങി ശിഷ്യഗണങ്ങളുടെ ഒരു നിര തന്നെ ഈ ചടങ്ങിനെത്തിയിരുന്നു. 100 കണക്കിന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പങ്കെടുത്ത ഈ ചടങ്ങ് സുരേഷ് പട്ടാമ്പി, ആദ്യകാലം മുതൽ ഉണ്ടായിരുന്ന സുരേഷ് പട്ടാമ്പി ഉണ്ടായിരുന്നു. പിന്നീട് മാധ്യമരംഗത്ത് നിന്ന് വഴിമാറി നടന്ന സന്ദീപ്, മണ്ണാർക്കാട് ലേഖകനായിരുന്ന, പിന്നീട് കലാകൗമുദിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സന്ദീപ് ഇന്ന് അറിയപ്പെടുന്ന വ്യവസായിയാണ്. കോടീശ്വരനായി മാറിയ സന്ദീപും ചടങ്ങിൽ ആദ്യാവസാനം പങ്കെടുത്തിരുന്നു. കാരണം മാധ്യമപ്രവർത്തനത്തെക്കാൾ നല്ലത് വ്യവസായ രംഗമാണെന്നും 100 കണക്കിന് ആളുകൾക്ക് ഇന്ന് ജോലി നൽകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് സന്ദീപ് ഉയർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംഗമം ജീവിതത്തിൽ അസുലഭമായി മാത്രം വീണ് കിട്ടുന്ന ഒന്നാണെന്ന് ഞാൻ കരുതുന്നു.